ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റേഡിയസ് ഓഫ് ജൈറേഷൻ ആയിരുന്നു. ഇന്നത്തെ ടോപ്പിക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി. ഇപ്പോൾ റിജിഡ് ബോഡി ഒരു റൊട്ടേഷണൽ മോഷനിലാണ്. ഓഫ് കോഴ്സ് എ മൂവിങ് ഒബ്ജക്റ്റ് പോസസ് സം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ റൊട്ടേഷൻ്റെ കേസിൽ എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നതെന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെറിവേഷൻ എന്ന് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ½ mv² ആണ്. അത് നമുക്കറിയാവുന്നതാണ്. ഞാൻ ആദ്യത്തെ റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു റിജിഡ് ബോഡിയുടെ ഒരു പിക്ചർ വരച്ചപ്പോൾ അതിൽ ട്രാൻസ്ലേഷൻ മോഷനും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തെ ഒരു പോയിൻ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്, ഒരു ട്രാൻസ്ലേഷണൽ വെലോസിറ്റി കൂടി ഉണ്ട്. വി എന്നാണ് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ T is equal to ½ m1v1² plus ½ m2v2² plus ½ m3v3² plus etc. അവിടെ v1 v2 v3 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി ഓഫ് ദി പോയിൻ്റ് മാസസ് ആണ്. ഇവിടെ m1 m2 m3 ഒക്കെ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ റിജിഡ് ബോഡി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് a lot of point masses and each point masses have some velocity, linear velocity v1 v2 v3 etc. ഓക്കെ, ഇനി ഇവിടെ ലീനിയർ വെലോസിറ്റിയും അതുപോലെ തന്നെ ഇതിപ്പോൾ റൊട്ടേഷണൽ മോഷനാണ്, ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ v is equal to r ഒമേഗയാണ്. r എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടറാണ്, ആ പോയിൻ്റ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ് r. സോ ഇവിടെ ഓരോ പോയിൻ്റ് മാസ് എടുക്കുമ്പോൾ ആദ്യത്തെ വെലോസിറ്റി v1 എന്ന് പറഞ്ഞാൽ r1 ഒമേഗ, v2 r2 omega, v3 is equal to r3 omega, where omega is the angular velocity of the point mass. അങ്ങനെയാണെങ്കിൽ v1 വരാം ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്ത് ഈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് റിജിഡ് ബോഡിയുടെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ആ ജനറൽ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ v1 പകരം എന്താണ് r1 ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, v2 പകരം r2 ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ടേമിലും നമ്മളിങ്ങനെ v1 v2 v3 v4 അങ്ങനെ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ T is equal to ½ m1 r1² omega² plus ½ m2 r2² omega² അങ്ങനെ പോകും, പ്ലസ് എക്സെട്ര. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു സമ്മേഷനാണ് അല്ലേ. അപ്പം നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, T is equal to ½ omega² summation mr². അവിടെ സമ്മേഷൻ mr² എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ബോഡിയാണ് അല്ലേ. I is equal to mr², അങ്ങനെയാണ് നമ്മൾ എഴുതുക. സോ T is equal to ½ I × omega². സോ ഇതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി, അതിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് പേജ് നമ്പർ 67, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 67 കൊടുത്തിരിക്കുന്ന ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതായത് ട്രാൻസ്ലേഷണൽ ലീനിയർ മോഷനിലും അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷനിലും ഓരോ ടേമിനെയും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ വെലോസിറ്റി നമ്മൾ v എന്ന് പറയും, റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ നമ്മൾ ഒമേഗ എന്ന് പറയും. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ അവിടെ എന്താ വരിക, ഫോഴ്സാണ് വരുന്നത്. നേരെ മറിച്ച് റൊട്ടേഷണൽ മോഷൻ വരുമ്പോൾ നമുക്ക് ടോർക്കാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ അത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആകും. അപ്പോൾ ഓരോ ടേമും ഒരിടത്ത് ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ്റെ അകത്ത് ആംഗുലർ വെലോസിറ്റി, അതുപോലെ തന്നെ ആക്സലറേഷൻ ആംഗുലർ ആക്സലറേഷൻ. അങ്ങനെ റൊട്ടേഷണൽ മോഷൻ്റെ കേസിലും ട്രാൻസ്ലേഷണൽ മോഷൻ്റെ കേസിലും വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു കോളമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 67 കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതേ പാരഗ്രാഫിൽ അത് കഴിഞ്ഞുള്ള പാരഗ്രാഫിൽ പറയുന്നത് ന്യൂട്ടൻ്റെ 3 ലോസ് അല്ലേ. ന്യൂട്ടൻ്റെ 3 ലോസ് നമുക്കറിയാം, ലോ ഓഫ് ഇനേഷ്യ, അതുപോലെ തന്നെ മൊമെൻറ്റ് F is equal to ma, പിന്നെ വരുന്നത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ പറയുന്ന 3 ലോസ് റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ എങ്ങനെ റീഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഇപ്പം ആദ്യത്തെ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ ഓഫ് ഇനേഷ്യ.
അപ്പോൾ അതിൻ്റെ അകത്ത് ഫോഴ്സ് വരുന്നിടത്തെല്ലാം എന്താണ് നമ്മൾ ടോർക്ക് എന്ന് ചേർക്കുന്നു. അതുപോലെ തന്നെ മോഷൻ, അതായത് യൂണിഫോം മോഷൻ എന്ന് പറയുന്നിടത്തെല്ലാം യൂണിഫോം റൊട്ടേഷണൽ മോഷൻ എന്നാക്കുന്നു. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ആ ലോയിലില്ല. ഇപ്പോൾ ബോഡി ഹാസ് എ ടെൻഡൻസി ടു, ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ബോഡി ഹാസ് എ ടെൻഡൻസി ടു റിമൈൻ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. ഓർ ഓഫ് യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ നമ്മൾ എന്താ ചേർക്കുക? യൂണിഫോം റൊട്ടേഷണൽ മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൾഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പം എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് പകരം നമ്മൾ റൊട്ടേഷണൽ മോഷൻ്റെ അകത്ത് എന്താ ചേർക്കുക? ടോർക്ക് എന്നാക്കും. ഓക്കെ. അതുപോലെ തന്നെ സെക്കൻഡ് ലോ വരുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയും. അതുപോലെ തന്നെ മൂന്നാമത്തെ ലോ വരുന്നത് ജനറൽ ലോ എന്ന് പറയുന്നത് എന്താണ്? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവരി ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എത്രമാത്രം ഫോഴ്സാണോ നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് ഈക്വൽ ടു ആക്ഷൻ ഫോഴ്സ് ഈക്വൽ ടു റിയാക്ഷൻ ഫോഴ്സ്. എത്ര ഫോഴ്സാണോ കൊടുക്കുന്നത് അതിന് ഈക്വലായിട്ടും ഓപ്പോസിറ്റീവായിട്ടുള്ള ഫോഴ്സാണ് തിരിച്ചുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ്? ആക്ഷൻ ടോർക്ക് ഈക്വൽ ടു റിയാക്ഷൻ ടോർക്ക്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടോർക്ക് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. അടുത്തത് എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന രണ്ട് തിയറംസ്, അതാണ് പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം.